ഒരു മിനിറ്റ് ഈ ഫോൺ ഒന്ന് ശ്രദ്ധിക്കേ. കണ്ടല്ലോ, സ്ഥിരമായി വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ മൊബൈൽ ഫോൺ വെച്ച് മറന്നു പോകുന്നവരാണെങ്കിൽ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് മറ്റൊരു മൊബൈൽ ഫോണിൽ മിസ് കോൾ അടിക്കേണ്ടൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ക്ലാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് സഹിതം മൊബൈൽ ഫോൺ എവിടെയാണെന്ന് മൊബൈൽ ഫോൺ തന്നെ ശബ്ദമുണ്ടാക്കി നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള ഡൺ ബട്ടൺ കൊടുക്കുക. പിന്നെ വരുന്ന ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് കൊടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ പർച്ചേസിംഗ് ഓപ്ഷൻ വരും. പർച്ചേസ് ഒന്നും ചെയ്യേണ്ട, ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട്. അത് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. പിന്നെ ആപ്ലിക്കേഷനിൽ പരസ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. മുകളിൽ തന്നെ ആക്ടിവേറ്റ് ബട്ടൺ ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് ശബ്ദം തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ശബ്ദം തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്കത് പ്ലേ ചെയ്ത് നോക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിരവധി ശബ്ദങ്ങളുണ്ടാവും. അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്യുക. ശബ്ദം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ താഴെ വോളിയം ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് എത്ര വോളിയം വേണം അത് തിരഞ്ഞെടുക്കാം. അതിന് താഴെ ഡ്യൂറേഷൻ, എത്ര സമയം ഇത് റിങ് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കാം. പിന്നെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റും വൈബ്രേഷനും ഓണായി കിടക്കുന്നത് കാണാം. അത് വേണമെങ്കിൽ ഓണിൽ കിടക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. വേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം മെയിൻ പേജിലേക്ക് പോയിട്ട് ആക്റ്റീവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് നമ്മുടെ ഫോണിൽ ആക്ടിവേറ്റ് ആകുന്നതാണ്. ആദ്യ തവണ പിന്നെ ഇതുപോലെ പെർമിഷൻ ചോദിക്കും. പെർമിഷൻ അലോ കൊടുത്താൽ മതി. പിന്നീട് നമ്മളിത് മിനിമൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് എക്സിറ്റ് പോകരുത്. മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ നമ്മൾ ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഇതുപോലെ ഫ്ലാഷ് ലൈറ്റ് സഹിതം ശബ്ദമുണ്ടാക്കും. പിന്നെ നമ്മുടെ കൈ മുട്ടുന്ന ശബ്ദം കേൾക്കുന്ന പരിസരത്തായിരിക്കണം മൊബൈൽ ഫോൺ. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോപ്പ് ആയിക്കൊള്ളും. പിന്നെ ഏത് സമയത്തും വേണമെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും